അമേരിക്ക ഇന്ത്യയുടെ മേൽ 50% തീരുവ ചുമത്തിയത് ട്രംപിന്റെ ഈഗോയുടെ പേരിലാണോ? അതോ ട്രംപ് പറയുന്നതിൽ വല്ല ന്യായവുമുണ്ടോ? ഇന്ത്യക്ക് ഈ നീക്കത്തെ ഡിപ്ലോമാറ്റിക്കായി മറികടക്കാനാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? അതോ ശക്തമായ തിരിച്ചടിയാണോ ഏകമാർഗം? ട്രംപിന്റെ പുതിയ താരിഫ് പ്രകാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക താരിഫ് ചുമത്തിയിരിക്കുകയാണ്. ഇതോടെ മൊത്തം താരിഫ് 50%-ആയി ഉയർന്നിട്ടുണ്ട്. റഷ്യൻ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും എന്താണ് ചെയ്യുന്നത്? അവർ ഇപ്പോഴും റഷ്യയുമായി വലിയ തോതിൽ വ്യാപാരം നടത്തുന്നുണ്ട്. 2024 യൂറോപ്യൻ യൂണിയൻ 67.5 ബില്യൺ യൂറോയുടെ സാധനങ്ങളും 17.2 ബില്യൺ യൂറോയുടെ സേവനങ്ങളും റഷ്യയുമായി വ്യാപാരം നടത്തി. ഇത് ഇന്ത്യയുടെ റഷ്യയുമായുള്ള മൊത്തം വ്യാപാരത്തേക്കാൾ വളരെ കൂടുതലാണ്. എന്നിട്ടും ഇന്ത്യയെ മാത്രം ലക്ഷ്യമിടുന്നത് എന്തുകൊണ്ടാണ്? അതിനുത്തരം ഇതാണ്. 2025 ഇന്ത്യ 6.5% വളർച്ച നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ആഗോള ശരാശരിയായ 3%-നേക്കാൾ വളരെ കൂടുതലാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യ. ഈ സാമ്പത്തിക ആത്മവിശ്വാസം ഇന്ത്യയുടെ വിദേശ നയത്തെയും നയതന്ത്രത്തെയും സ്വാധീനിക്കുന്നു. മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യയെ ഇത് പ്രാപ്തമാക്കുന്നുണ്ട്. ഇത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും ഒരുപാട് ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. താരിഫിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് തങ്ങളുടെ ഇറക്കുമതി വിപണിയിലെ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും 1.4 ബില്യൺ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ നടപടി നീതിരഹിതവും യുക്തിരഹിതവുമാണെന്നും ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഇന്ത്യയും അറിയിച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്നും എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യാൻ കാരണം തന്നെ യുക്രൈൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ പശ്ചിമേഷ്യൻ എണ്ണ യൂറോപ്പിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ ആഗോള എണ്ണ വിപണിയിൽ സ്ഥിരത കൈവരിക്കാൻ അമേരിക്കയുടെ പ്രോത്സാഹനത്തോടെ തന്നെയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങിയത്. ഇപ്പോൾ അതേ നീക്കത്തെ അമേരിക്കയും മറ്റും ലാഭകൊതിയായി ചിത്രീകരിക്കുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഊർജ്ജം ഇറക്കുമതി ചെയ്യുമ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യയിൽ നിന്ന് യന്ത്രങ്ങൾ, വളങ്ങൾ, ഖനന ഉൽപ്പന്നങ്ങൾ, ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന യുറേനിയം ഹെക്സാഫ്ലൂറൈഡ്, അമേരിക്കയുടെ EV വിപ്ലവത്തിന് നിർണായകമായ പലേഡിയം എന്നിവ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ട്രംപിന് ചൈനയോടുള്ള സമീപനം എന്തെന്നാൽ ട്രംപ് ചൈനയ്ക്ക് 145% താരിഫ് ചുമത്തിയപ്പോൾ ചൈന സ്വന്തം ഡ്യൂട്ടികൾ ചുമത്തി തിരിച്ചടിച്ചു. പിന്നീട് ട്രംപ് 90 ദിവസത്തെ താരിഫ് നിർത്തിവെക്കൽ വാഗ്ദാനം ചെയ്യുകയും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. റഷ്യൻ, ഇറാനിയൻ എണ്ണയുടെ കൂടുതൽ ഭാഗവും വാങ്ങുന്ന രാജ്യമായ ചൈനയ്ക്ക് ചർച്ചാവസരം ലഭിക്കുമ്പോൾ ഇന്ത്യയെ ശിക്ഷിക്കുന്നു. ഇതിൽ വളരെ വ്യക്തമാണ്, ഒരു ഈഗോയുടെ പേരിൽ തന്നെയാണ് ട്രംപ് ഇന്ത്യയെ വ്യക്തിപരമായി പകപോക്കുന്നത്. പാകിസ്ഥാനുമായുള്ള ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ട്രംപിന്റെ സമാധാന നയതന്ത്രത്തെ ഇന്ത്യ പിന്തുണയ്ക്കാത്തതിലുള്ള ദേഷ്യമാണ് ഈ താരിഫുകൾക്ക് പിന്നിലെന്ന് ഇതൊക്കെ കാണുന്ന ആർക്കും മനസ്സിലാവും. ഇസ്രായേലും പാകിസ്ഥാനും ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തപ്പോൾ ഇന്ത്യ അത് അവഗണിച്ചു. ഇനി ഇന്ത്യക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? 1. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിദേശ നയങ്ങളിൽ ഇന്ത്യ മാറ്റം വരുത്താൻ സാധ്യത കുറവാണ്. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന നിലപാട് ഇന്ത്യ തുടരും. 2. അമേരിക്കയുടെ സമ്മർദ്ദത്തെ ചെറുക്കാൻ ഇന്ത്യ ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മറ്റ് രാജ്യങ്ങളുമായി തന്ത്രപരമായ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും സാധ്യതയുണ്ട്. ഇത് ആഗോളതലത്തിൽ ഒരു മൾട്ടി പോളാർ വേൾഡ് രൂപപ്പെടുത്താൻ സഹായിക്കും. 3. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇന്ത്യ പ്രതികാര താരിഫുകൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കം കൂടുതൽ രൂക്ഷമാക്കിയേക്കാം. 4. 6.5% വളർച്ചാ സാധ്യതയോടെ ഒരു ദുർബലമായ സ്ഥാനത്ത് നിന്നായിരിക്കില്ല
ഇന്ത്യ അമേരിക്കയുമായി ചർച്ച നടത്തുന്നത്. ഭീഷണികൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നയതന്ത്രപരമായ നീക്കങ്ങൾ നടത്തും. ഇത് വെറും ഒരു താരിഫ് പ്രശ്നമല്ല, ഇതൊരു വ്യക്തിയുടെ ഈഗോയുടെ പ്രതികാരമാകാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു തന്ത്രം തന്നെ ആകാം. പക്ഷേ ഇന്ത്യ ഇപ്പോൾ പഴയ ഇന്ത്യ അല്ല, ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി. നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾ മുൻഗണന നൽകാനുള്ള ധൈര്യവും ദിശയും ഇന്ന് ഇന്ത്യക്കുണ്ട്. കണ്ണുരുട്ടിയാൽ പേടിച്ചിരുന്ന ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. നയങ്ങൾ വ്യക്തമായി പറയാൻ ധൈര്യമുള്ള ഇന്ത്യയാണ്. ഇന്ത്യയുടെ നിലപാട് ഇനി വ്യക്തമാണ്. പീസ്ഫുൾ കോർപ്പറേഷൻ വേണമെങ്കിൽ വി ആർ ഓൾവേസ് റെഡി. പക്ഷേ ഇഫ് ദർ ഈസ് പ്രഷർ ഓർ ഡൊമിനൻസ്, മറുപടി തീർച്ചയായും ഉണ്ടാകും. അത് നയതന്ത്രത്തിലും വ്യാപാരത്തിലും ജിയോ പൊളിറ്റിക്കൽ അലയൻസസിലും ആയിരിക്കാം. ഇന്ത്യ ഇപ്പോൾ റിയാക്റ്റീവായി അല്ല, സ്ട്രാറ്റജിക്കായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ്. നെഗോഷിയേഷൻ ടേബിളിൽ നമുക്ക് ശക്തമായി നിലകൊള്ളാൻ ശേഷിയുണ്ട്, വിത്ത് പ്രൈഡ് ആൻഡ് വിത്ത് പർപ്പസ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു ഈ സാഹചര്യത്തെക്കുറിച്ച്? കമൻറ്റ് ബിലോ നിങ്ങളുടെ വാല്യുബിൾ ഒപ്പീനിയൻ ഞങ്ങളുമായി പങ്കുവയ്ക്കൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.